വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട് തുടരുന്ന ഉദാസീനതയ്ക്കിടയിൽ അതിദാരുണമായിട്ടുള്ള ഒരു വാർത്തയാണ് ഈ നിമിഷത്തിൽ കടക്കുന്നത്. മലപ്പുറം വഴിക്കടവ് വെള്ളക്കട്ടയിൽ പന്നി ശല്യം തടയാൻ വേണ്ടി വെച്ച വൈദ്യുതി കമ്പിയിൽ തട്ടി 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ച വിവരമാണ് വരുന്നത്. 4ഓളം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. മറ്റൊരു കുട്ടിക്കും പരിക്കേറ്റിട്ടുണ്ട്. നില ഗുരുതരമാണ് എന്നുള്ള വാർത്ത വരുന്നു. വലിയ പ്രതിഷേധത്തിലേക്ക് മലപ്പുറം കടക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്കൊക്കെയാണ് കടക്കുന്നത്. വി അരുൺ നമുക്കൊപ്പം ചേരുന്നു മലപ്പുറത്ത് നിന്ന്. അരുൺ, അതിദാരുണമായിട്ടുള്ള സംഭവം ഇതെപ്പോഴാണ് സംഭവിച്ചത്? ഏത് തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു ഈ മണിക്കൂറിൽ? ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ UDFന്റെ ഭാഗത്ത് നിന്ന് നിലമ്പൂരിൽ ഉണ്ടാകുന്നത്. മലപ്പുറം വഴിക്കടവ് വെള്ളക്കെട്ടിൽ പന്നി ശല്യം നിലം വെച്ച വൈദ്യുതി കമ്പിയിൽ തട്ടി ഒരാൾ ഷോക്കേറ്റ് മരിച്ചതാണ് ഈ പ്രതിഷേധത്തിന് കാരണം. ജ്യോതികുമാർ ചാമക്കാട് നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ ഇവിടെ ഉപരോധ സമരവുമായി, ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് സമരവുമായി വരികയാണ്. എന്താണ് ഇത്തരമൊരു കടുത്ത സമരത്തിലേക്ക് പോകാൻ? ഇവിടെ സർക്കാരിന്റെ ഭാഗത്തുണ്ടായ അനാസ്ഥയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു കുട്ടി മരണപ്പെട്ടിട്ടുള്ളത്. 2 കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുള്ളത്. KSEBയുടെ ലൈനിൽ നിന്നും നേരിട്ട് കറണ്ട് എടുത്ത് വന്യജീവികളെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചതിന്റെ ഭാഗമായി അവിടെ കളിക്കാൻ പോയ, അതിനുശേഷം കുളിക്കാൻ പോയ 2 കുട്ടികൾ, മീൻ പിടിക്കാൻ പോയ 2 കുട്ടികൾ, ആ കുട്ടികളിൽ 3 കുട്ടികളിൽ ഒരാൾക്കാണ് ഷോക്കേറ്റ് മരണപ്പെട്ടിട്ടുള്ളത്. മറ്റു 2 പേർ ആശുപത്രിയിലാണ്. അപ്പോൾ സർക്കാർ സ്പോൺസേർഡ് കൊലപാതകമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. സ്വാഭാവികമായും ഇതിനെതിരെ പ്രതിഷേധിച്ചേ മതിയാവൂ. ഇതിനെതിരെ നടപടി ഉണ്ടായേ മതിയാവൂ. ശക്തമായ പ്രതിഷേധവുമായി UDF മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. വന്യജീവി ആക്രമണം നിലമ്പൂരിൽ വലിയ ഒരു വിഷയം തന്നെയാണ്. വന്യജീവി ആക്രമണത്തിൽ ഈ വർഷം തന്നെ ഈ നിലമ്പൂരിൽ 2 പേര് മരണപ്പെട്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു കുട്ടി, ആ കുട്ടിയുടെ മരണത്തെ സംബന്ധിച്ച് അത് സർക്കാർ സ്പോൺസേർഡ് മരണമാണെന്ന കാര്യത്തിൽ തർക്കവുമില്ല. ഇതിനെ സംബന്ധിച്ച് സർക്കാർ മറുപടി പറഞ്ഞേ മതിയാവും. സമരം ഇപ്പൊ എന്താണ്? അടിയന്തര ഡിമാൻഡ് എന്താണ് സമരത്തിൽ? തീർച്ചയായിട്ടും ഇതിന് നടപടി ഉണ്ടാകണം. ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടി ഉണ്ടാകണം. സർക്കാർ ഈ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് കോമ്പൻസേഷൻ നൽകണം. നിരവധി ആവശ്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത്തരത്തിൽ മുന്നോട്ട് പോകുക അസാധ്യമാണ്. ഈ സംസ്ഥാനത്ത് ഇത്തരത്തിൽ അനിമൽ മാൻ കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടും അത് മനസ്സിലാക്കാത്ത രീതിയിൽ സർക്കാർ മുന്നോട്ട് പോയതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ജിത്തു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, 15 വയസ്സുകാരനായ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുപ്പക്കാരൻ. അതുതന്നെയാണ് സർക്കാർ സ്പോൺസേർഡ് കൊലപാതകമാണ് ഉണ്ടായതെന്ന ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. സർക്കാർ മറുപടി പറഞ്ഞേ മതിയാകൂ. കൃത്യമായി ഉത്തരവാദികളായവരെ, KSEBയുടെ കടുത്ത അനാസ്ഥയാണ് ഇത്തരമൊരു മരണത്തിന് ഇടയാക്കിയത്. അതിന് ഉത്തരവാദികളായവർക്ക് നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ UDFന്റെ സമരം ഇവിടെ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള സമരം ആരംഭിച്ചത്. നമുക്കറിയാം, ഇപ്പോൾ ഇതിനകം തന്നെ റോഡ് ബ്ലോക്കായി കഴിഞ്ഞു. ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ട് കഴിഞ്ഞു. രാത്രിയാണ്, 11 മണിയോട് അടുക്കുന്നു. പക്ഷേ അപ്പോഴും വലിയ തിരക്കുള്ള പാതയാണത്. ഇവിടെ നിന്ന് ബംഗളൂരുവിലേക്കും അതുപോലെ തന്നെ ഗുണ്ടൽപേട്ടിലേക്ക്, തമിഴ്നാട് ഗുണ്ടൽപേട്ടിലേക്ക് പോകുന്ന പ്രധാന പാതയാണ് ഉപരോധിക്കുന്നത്. അവിടെയാണ് ഇത്തരമൊരു സമരം എത്തുന്നത്. ഇപ്പോൾ ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് കൂടി എത്തുകയാണ്. കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത്. ഒരു മരണമുണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇത് സർക്കാരിന്റെ മൗനാനുവാദത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അതിലെന്താ സംശയമുള്ളത്? അപ്പോ അതാണ് സ്ഥിതി. അപ്പൊ അതിനെതിരെ ശക്തമായ പ്രതിഷേധം സ്വാഭാവികമായിട്ടുണ്ടാവും. അതിനുള്ള നടപടികൾ ഉണ്ടാവണം. അതാണ് പറയുന്നത്. വന്യജീവി സംഘർഷം വലിയ പ്രശ്നമുള്ള കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ഇതാണ്. അതിൽ സംശയം എന്താ? ഇതിന്റെ ചർച്ചകളിൽ നിന്നൊക്കെ വഴിമാറ്റാൻ വേണ്ടി ബോധപൂർവമായി പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പോയിട്ട് വരാം. അതുതന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. UDFന്റെ സ്ഥാനാർത്ഥി ആര്യൻ ഷൗക്കത്താണ് സംസാരിച്ചത്. ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വന്യജീവി സംഘർഷമാണ്. ജനവാസ മേഖലകളിൽ വന്യജീവികളുടെ ആക്രമണമാണ്. നിരവധി ജീവൻ പൊലിഞ്ഞ സ്ഥലം കൂടിയാണ് നിലമ്പൂർ. മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ കാട്ടാന ചവിട്ടി ആദിവാസി യുവതി മരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. 15 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണ് മരിച്ചത്. ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയുള്ളവരും ഉണ്ട്. ഇത് അത്യന്തം ദാരുണമായ സംഭവമാണ്. തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തന്നെ മാറ്റിമറിക്കാൻ പോകുന്നു. പക്ഷേ പ്രചരണ വിഷയമായി തന്നെ ഏറ്റവും മുന്നണിയിലേക്ക് വരാൻ പോകുന്ന ഒരു വിഷയമായി ഇത് മാറുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനുമെതിരാണ് ഇപ്പോഴത്തെ ഈ മുദ്രാവാക്യം എന്നതുകൂടി ശ്രദ്ധിക്കാവുന്നില്ല. മനുഷ്യജീവന് പുല്ലുവിലയാ, മനുഷ്യജീവന് പുല്ലുവിലയാ. അയ്യയ്യേ കൊല്ലുന്നേ, അയ്യയ്യേ കൊല്ലുന്നേ. ഭരണകൂടം ജനങ്ങളെ കൊല്ലുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കോൺഗ്രസിന്റെ സമരം. സർക്കാർ സ്പോൺസേഡ് കൊലപാതകമെന്നാണ് ഈ അപകടം.
സമരത്തെ ഇപ്പോൾ കോൺഗ്രസ് വിശേഷിപ്പിക്കുന്നത്. ഇതിനകം തന്നെ ദേശീയപാത ഏറെക്കുറെ യാത്ര തടസ്സപ്പെട്ട് കഴിഞ്ഞു. റോഡ് ഏകദേശം ഉപരോധിക്കപ്പെട്ട് കഴിഞ്ഞു. വലിയ വൈകാരികമായ ഒരു വിഷയമാക്കി മാറ്റുകയാണ് ഈ വിഷയത്തെ കോൺഗ്രസ്. അതിശക്തമായ പ്രതിഷേധം ആദ്യ മിനിറ്റുകൾ തന്നെ ഉയർന്നു വരുന്നു. മരണവാർത്ത അറിഞ്ഞത് മുതൽ തന്നെ ഈ ഒരു ആ തരത്തിലുള്ള വൈകാരികമായ പ്രതികരണമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കോൺഗ്രസിന്റെ നേതാക്കൾ ജ്യോതികുമാർ ചാമക്കാല ഉൾപ്പെടെ നേതാക്കൾ സ്ഥാനാർത്ഥിയും ഒക്കെ വളരെ വേഗത്തിൽ ഈ ആശുപത്രിയിലും അതുപോലെ തന്നെ പ്രതിഷേധ സമരം നടക്കുന്ന സ്ഥലത്തും എത്തിക്കഴിഞ്ഞു. കോൺഗ്രസ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാക്കി ഇത് മാറ്റുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ഇതാണ്. വന്യജീവി സംഘർഷമാണ്. മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. പൊതുനിരത്തുകളിൽ പോലും മനുഷ്യർ കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ട്. ജനവാസ മേഖലകളിൽ വന്യമൃഗങ്ങൾ കീഴടക്കുന്ന സാഹചര്യമുണ്ട്. അതുതന്നെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകണമെന്ന നിലപാടാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുയർത്തിയാണ് അവർ ഇപ്പോൾ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള ഈ സമരം ആരംഭിച്ചിരിക്കുന്നത്. വരും മണിക്കൂറുകളിലും ഇത് ശക്തമായി തന്നെ തുടരും. ഒരുപക്ഷേ